ബാസം ബൂട്ട്. ഇതാണ് സജി ചേട്ടൻ്റെ ആട് ഫാം. എന്ത് നീറ്റാന്ന് നോക്കിയാൽ ഇവിടെയൊക്കെ നല്ല വൃത്തിയാണ്. ഇതാണ് നമ്മൾ കാണേണ്ടത്. ഇവരൊക്കെ വെറൈറ്റി ആയ ആടുകളാണ് സജി ചേട്ടാ? നാടൻ ആടുകളാ? ഇവരൊക്കെ ആണല്ലേ? ഇതിന് പ്രത്യേകം പേരൊന്നുമില്ല. ഇത് അവരുടെ കുഞ്ഞുങ്ങളാണ്. ഇത് ഇതൊക്കെ കുഞ്ഞുങ്ങള്. ഇതിന്റെ ഇവരുടെ അത് അവർക്ക് നോക്കും ഒരു കളർ വ്യത്യാസം. മണി കണ്ടു. ശരിയല്ലോ. ആ താടിയില് മണിയുള്ള കുഞ്ഞാട്. കുഞ്ഞാടേ വാ, നല്ല രസമുണ്ട് കാണാൻ. ഇനി ഇത് വിപുലീകരിക്കുന്നുണ്ടോ? ഇതും ഇപ്പൊ ഈ പുല്ലിന്റെ ഒക്കെ അതുകൊണ്ട് മഴയായി കഴിഞ്ഞാൽ എല്ലാം തന്നെ നല്ല പോലെ പുല്ല് കുറെ വെച്ച് പിടിപ്പിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പൊ ഇവർക്കൊക്കെ എങ്ങനെയാ ഈ ഫുഡും കാര്യങ്ങളൊക്കെ രാവിലെ ഉള്ള പറമ്പിൽ നിന്ന് ഇപ്പൊ നനവുള്ള ഈ പുല്ല് തൂമ്പാക്കി ചെത്തിപ്പറിച്ച് കൊണ്ടിട്ട് കൊടുക്കും. വാവല അതൊക്കെ ഇട്ട് കൊടുക്കും. ഇത് പുല്ല് ഇങ്ങനെ തിന്നേന്റെ ബാക്കി താഴെ ചാടി ഇങ്ങനെ പോകും അല്ലേ? ഇതിപ്പം വേസ്റ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഓക്ക ഒരു നേരം വെള്ളം കൊടുക്കാൻ മാത്രം. അപ്പൊ നമ്മള് ആടിന്റെ കാര്യങ്ങള് ആടിനെ കുളിപ്പിക്കാൻ പറ്റുമല്ലോ? ഇല്ലില്ല. ആടിനെ എന്താ കുളിപ്പിക്കത്തില്ലെന്ന് പറയുന്നത്? ഇതിന്റെ ഒക്കെ ചെവിയിൽ വെള്ളം പോയി കഴിഞ്ഞാൽ പ്രശ്നമെന്നാ പറയുന്നത്. അല്ലേലും അവരങ്ങനെ വൃത്തികേടാകുന്നില്ലോ മറ്റേ അവരുടെ കൂട്ട്. ചാണകവും മൂത്രമൊന്നും അങ്ങനെ കെട്ടിക്കിടക്കുന്നില്ലാത്തതുകൊണ്ട്. അത് മുട്ടനാടാണല്ലേ? ഇവരെ ശ്രദ്ധിക്കുമ്പോഴേ ഞാൻ ചോദിക്കുന്നത്, ഇവർക്ക് മരുന്നുകൾ എങ്ങനെയാണ് വല്ലതും കൊടുക്കണം? ഇങ്ങനെ ഈ ആടിനെ വളർത്തൽ എങ്ങനെയാണ്? വേറെ മരുന്ന് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ ഈ കാൽസ്യം കൊടുക്കാനാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. ഈ ഓക്കൊക്കെ കൊടുക്കുന്ന കൂട്ടത്തില് കുറേശ്ശെ കാൽസ്യം കൊടുക്കലേ ഉള്ളൂ. വിരമരുന്ന് കൊടുക്കും. വിരമരുന്ന് അത് മതി. അത് മൃഗാശുപത്രിയിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെയാണ് പശുവിനും അല്ലേ? പശുവിനും വിരമരുന്ന് കൊടുക്കാം. അവനൊരു വൈറ്റ് കളറല്ല, എന്തോ ഒരു നല്ല വേറെ വെറൈറ്റി കളറല്ലേ ആ വെള്ള? വെള്ളയാന്ന് നമുക്ക് തോന്നും. കൊമ്പില്ലാത്താണ് ഇത്. ഇതൊരു വളഞ്ഞ കൊമ്പാണ്. ഇവരുടെ കൊമ്പ് വ്യത്യാസമുള്ള ആളുകളാണോ? ഇത് നാടനാട്ടിൽ പാല് കിട്ടുന്നല്ലോ. അല്ലല്ലേ, യമുനാപ്പാരി അല്ല. യമുനാപ്പാരിയുടെ ഇതുണ്ട് ഇതേപോലെ ചെവിക്ക്. ഇതിന്റെ ചെവിക്ക് നീളം കൂടുതൽ. ഇവർക്ക് എന്തോരം പാല് കിട്ടും? 1/2 ലിറ്റർ പാല് കിട്ടും രാവിലെ. അപ്പൊ എല്ലാരും കറക്കുന്നതാണെങ്കിൽ? ഇല്ലില്ല, എല്ലാരും സഹിച്ചാലും തന്നെയാണ്. അതെ. അപ്പൊ ഈ പശുവിനെ കറക്കുന്നു, ആടിനെ കറക്കുന്നു. ഇല്ല, അത് ഇവിടെ ഓരോരുത്തരും ചോദിച്ചോണ്ടിരിക്കുക. ഇത് കൊടുക്കാനില്ല ആട്ടുംപാല്. ആട്ടുംപാലിന് എന്തൊക്കെയാ ഭയങ്കര ഔഷധ ഗുണം. നമുക്ക് അനുഭവം. എനിക്ക് കൈവരം പൊങ്ങുകയല്ലായിരുന്നു ഈ കൈയുടെ മസിൽ പൊട്ടിയിട്ടൊക്കെ. ഇപ്പൊ ഈ ആട്ടുംപാല് കുടിക്കാൻ നമ്മൾ ഗ്ലാസിന് 20 രൂപയ്ക്കാ. 100 രൂപ. അപ്പം ഗ്ലാസിന് 100 രൂപ. 3 ഗ്ലാസ് വരുമ്പോ ഒരു കുപ്പിക്ക് 100 രൂപ. ലിറ്റർ. പക്ഷേ ഒരു കാര്യമാണ്, ഇത് കുറച്ച് പാലും മതി. നല്ല കുഴപ്പമുണ്ടല്ലോ. അപ്പം ഇതിനകത്ത് വന്നപ്പോ രേസിയുടെ ഒരു ഇതാണ്, ഷീറ്റാന്ന് പറഞ്ഞാലും അല്ലേ? മറ്റേ ചൂടിന്റെ ഒരു. അപ്പം നമ്മളെല്ലാവരും ഈ ആടിൻ്റെ ഫാമും കണ്ടില്ലേ? ഇനി നമുക്ക് ചേട്ടൻ്റെ ഒരു ചെറിയൊരു റിസോർട്ടും പച്ചക്കറി കാര്യങ്ങളൊക്കെ അതേ മുകളിലുണ്ട്. അപ്പം നമുക്ക് വേണ്ടി എന്നുവെച്ചാൽ പുറത്തുനിന്ന് വരുന്നവർക്കൊക്കെ വന്നിരിക്കാനും കാറ്റ് കൊള്ളാനൊക്കെ ആയിട്ട് സംഭവമാണ്. അപ്പം നമുക്കൊന്നും കൂടെ ഒന്ന് കാണാം. ഇതാണ് സജി ചേട്ടൻ്റെ കോഴി ഫാം. കോഴി ഫാം എന്ന് പറഞ്ഞാൽ കുറേ കോഴികളെ കൊടുത്തല്ലേ ചേട്ടാ? കുറേ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ കൂടെ ഇതൊക്കെ വിപുലീകരിക്കാമെന്നുള്ള കാര്യമാണ് ചേട്ടന് ഉദ്ദേശിക്കുന്നത്. കൊത്തുവോ? ഞങ്ങളെ കണ്ടിട്ടായിരിക്കും മിക്കവാറും. ഇതാണ് അവരോട് കേറാൻ പറഞ്ഞാൽ കേട്ടോ, കൂട്ടി കേറും. ഗിരിരാജനും ഗ്രാമപ്രിയൻ. ഇത് ഗ്രാമപ്രിയാന്ന് തോന്നുന്നു. ഇവരെന്നും മുട്ട ഇടുവോ? എല്ലാ ദിവസവും മുട്ട ഇടലുണ്ട്. ഇപ്പൊ അതിനകത്ത് കാണുന്ന മുട്ട. അതെന്താ ഈ കൂട് കാണിച്ചേ? അതെന്ത് ആ കൂട് അവർക്ക് കയറി കിടക്കാനാ?
അത് കോഴിയുടെ കൂടായിട്ട് പണിതായിരുന്നു നേരത്തെ. അപ്പൊ ആളെണ്ണം കൂടിയപ്പോ എല്ലാരും കൂടെ നിൽക്കാത്തോണ്ടേ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇടുന്നതല്ല, അവർക്ക് സ്വാതന്ത്ര്യം കിട്ടും. പുറത്തൂടെ പോവുകയില്ലല്ലേ അങ്ങനെ നമ്മൾ ഇറക്കി വിടാതെ. ഇത് ഡബിൾ ഉണ്ണിമുട്ടയാ. ഗിരിരാജന്റെ കാരണം ഈയുടെ വീട്ടിൽ കൊണ്ട് വിരിയിപ്പിച്ചിട്ട് രണ്ട് കുഞ്ഞുങ്ങള്. ഇത് ഡബിൾ ഉണ്ണിയാ. അല്ല ഗിരിരാജൻ ഡബിൾ ഉണ്ണി മുട്ടയാണ് സജിച്ചേട്ടന്റെ കയ്യിലിരിക്കുന്നത്. ഡബിൾ ഉണ്ണിയാ. അതെയോ? ഗിരിരാജന്റെ ഇല്ല, അങ്ങനെ വരുമെന്ന്. ഇത് വീട്ടിൽ വിരിയിപ്പിച്ചു. അപ്പൊ രണ്ട് കുഞ്ഞുങ്ങൾ ഒരെണ്ണത്തിലിരുന്നത്. അപ്പൊ അതൊക്കെ ഇത് സാധാ മുട്ട. അത് ഇവർ തന്നെയല്ലേ? അതെ, ഇതിലേതാ ഇടുന്നെന്ന് അറിയത്തില്ല ഈ മുട്ട. ഇത് ഡബിൾ ഉണ്ണിയാ. അത് ഏതോ ഒരു കോഴി ഇടുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റില്ല, കാരണം എല്ലാരും കൂടെ ഇങ്ങനെ മുട്ടയിടും ആരാന്നറിയാൻ. അതെ. അപ്പം പട്ടിയുടെ ശല്യം ഉണ്ടോ ഇങ്ങോട്ടേക്ക്? ഇല്ല, പട്ടി ശല്യം ഒന്നുമില്ല. നെറ്റായതുകൊണ്ട് പിന്നെ അവർക്ക് എളുപ്പം വന്ന പിടുത്തമൊന്നും നടക്കില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ അയ്യോ വലിയ കാര്യം. ഇപ്പൊ ഇത് നിങ്ങൾക്ക് എപ്പോ വേണേലും ഇതേ നമ്മളെ വിളിച്ച് സഹിച്ചാൽ കയറി വരാൻ പറഞ്ഞപ്പോഴേ കയറി അല്ല അതാ കഴുകുവാണേലും അതുപോലെ നമ്മൾ നെറ്റ് അങ്ങ് പൊക്കി കൊടുത്താൽ കയറിക്കോളും. അതല്ലേ? അപ്പൊ ഇവരെല്ലാം കൂടെ അങ്ങോട്ട് മാറ്റാനുള്ള പരിപാടിക്കാണ്. കഴുകുവാൻ കോഴി, അപ്പൊ താറാവ്. ഇനി ഒരു കുറെ കഴിയുമ്പോൾ വരുമ്പോഴത്തേനും എല്ലാം മാറ്റങ്ങളിലൂടെ ആയിരിക്കും കാണുന്നത് ഞങ്ങൾ. അതെ അതെ. ഇവിടെ തോടുള്ളതുകൊണ്ട് വെള്ളത്തിന് വലിയ പ്രശ്നം വരികയല്ലേ? കഴിഞ്ഞ കൊല്ലം വേനൊക്കെ പറ്റിപ്പോയായിരുന്നു. തോടൊക്കെ ഉണങ്ങിപ്പോയി. കഴിഞ്ഞ കൊല്ലത്തെ ഉണക്ക് ഭയങ്കരമായിട്ട് വായിച്ചു പോയി. ഇനി വരുന്ന കൊല്ലത്തേക്ക് പ്രശ്നമില്ല. ഈ പാറയെല്ലാം കണ്ടോ? അത്രയും സ്ഥലത്ത് ഈ കൃഷിയും വെച്ച് ഇത്രയും കാര്യങ്ങളും ചെയ്യണമെങ്കിൽ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല കണ്ടിട്ട്. സാധാരണ നമ്മൾ ഇച്ചിരിയെങ്കിലും വെള്ളച്ചെനപ്പ് കുറഞ്ഞിട്ട് എങ്ങനെ കൃഷി ചെയ്യുമെന്നുള്ള ടെൻഷനിലിരിക്കുമ്പോൾ ഈ മരുഭൂമി പോലത്തെ ഈ സ്ഥലത്ത് എന്തെല്ലാമോ പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത് ചേട്ടൻ. ഇതൊക്കെ ചേട്ടൻ്റെ കഴിവാണ്. ഹിന്ദിക്കാർ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇതൊക്കെ മാനേജ് ചെയ്ത് പോകണമെങ്കിൽ ഒരു കഴിവ് വേണം. അതിപ്പോൾ സഹിച്ചേട്ടനുണ്ട്, അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ നമുക്ക് എന്നാ കാണാൻ പറ്റുന്നത് സഹിച്ചേട്ടാ? മുകളിൽ തക്കാളി കൃഷിയുണ്ട്, മീനുണ്ട്. അപ്പോൾ ആ മീനും തക്കാളിയും ഒക്കെ ഒന്ന് കാണാം.